A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. പോലീസിനെ അന്യായമായി ഉപയോഗിച്ച് പ്രശ്നമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. അതാണ് ഇന്നലെ രാത്രി നിലമ്പൂർ വടപുറത്ത് നടന്നത്. പാലക്കാട് നടന്ന പെട്ടിപരിശോധനയുടെ തനിയാവർത്തനമാണ് ഇന്നലെയും നടന്നത്. MPയെയും MLAയെയും അറിയില്ലെന്ന ഉദ്യോഗസ്ഥരുടെ നിലപാട് വിശ്വസിക്കാൻ കഴിയില്ല. ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. പക്ഷേ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും പക്ഷാപാതപരമായ നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും KPCC പ്രസിഡന്റ് നിലമ്പൂർ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഇന്ന് 12 മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പോലീസിനെ അന്യായമായിട്ട് ഉപയോഗിക്കുന്നു. ഇന്നലെ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 2 ജനപ്രതിനിധികൾ, ഷാഫി പറമ്പിലും രാഹുൽ മാക്കൂട്ടത്തിലും, കേരളത്തിൽ അറിയപ്പെടുന്ന ജനപ്രതിനിധികളാണ്. അവരുടെ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് കൈനീട്ടി നിർത്തുകയും അവരെ പരിശോധന സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ വാഹനം അങ്ങനെ കയറി ഡോറ് തുറന്ന്, ഡിക്ക് തുറന്ന്, ബാഗ് തുറന്ന് പരിശോധിക്കലുണ്ടോ? ആരുടെയെങ്കിലും പരിശോധിച്ചോ? പാലക്കാട്ട് പയറ്റിയ പെട്ടി പരിശോധന, വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള റൂം പരിശോധന, വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ടുള്ള പരിശോധന, ആ പരിശോധനയുടെ മറ്റൊരു രൂപമാണ്, അല്ലെങ്കിൽ തനിയാവർത്തനമാണ് നിലമ്പൂരിൽ കണ്ടത്. ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. സർക്കാരിൻ്റെ, പോലീസിൻ്റെ നിലപാടെന്താണ്? പക്ഷപാതപരമാണ്, വളരെ അടിസ്ഥാനരഹിതമാണ്. ആ ജനപ്രതിനിധികളെ, ഷാഫി പറമ്പിൽ MPയെ പോലുള്ള ഒരു ജനപ്രതിനിധിയാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ലൈറ്റടിച്ച്, പെട്ടി തുറക്കാൻ ആജ്ഞാപിച്ച്, ആംഗ്യം കാണിച്ച്, ഇറ്റ് വാസ് ആൻ ഇന്റൻഷണൽ ഇൻസൾട്ട് ഇൻഡീഡ്. അതൊരു മനഃപൂർവ്വമായ ഒരു അവഹേളനം തന്നെയായിരുന്നു. അതിന് വേറെ ന്യായീകരണങ്ങൾ കൊണ്ട് കഴിയില്ല. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഷാഫി പറമ്പലിനെ ആർക്കാണ് അറിയാത്തത്? ഷാഫി പറമ്പലിനെ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്കും പ്രായം ചെന്നവർക്കും ആർക്കാണ് ഷാഫി പറമ്പലിനെ അറിയാത്തത്? MP ബോർഡുള്ള വണ്ടിയാണ്. അല്ല, കണ്ടില്ല രാത്രിയിൽ. അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. മുഖത്തേക്ക് ലൈറ്റ് അടിക്കണം, എന്നിട്ട് അഞ്ചായിടണോ? മറ്റെന്താണ്? ഏകപക്ഷീയമായിട്ട് ചെയ്യുമ്പോൾ മറ്റെന്താണ്? പിന്നെ എന്തിനാണ് ഈ പരിശോധന നടത്തുക? ഡിക്കി പരിശോധിച്ചതിനാ? ഡിക്കി പരിശോധിച്ചത് അവർക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. അതുകൊണ്ട് വെട്ടി പരിശോധിക്കുന്നെങ്കിൽ പരിശോധിച്ചിട്ട് റെക്കോർഡാക്കി എവിഡൻസ് ആക്കാനാണ് അവരെ ക്ലീൻ. LDF അതിന് ശേഷം നാടകമാണ്. ഇതിന് ശേഷം അതെ ഒത്തുതീർപ്പാക്കാൻ, ഒപ്പത്തിനൊപ്പമാക്കാനുള്ള, ബാലൻസ് ചെയ്യാനുള്ള ഒരു അഭ്യാസം രാധാകൃഷ്ണൻ്റെ. ഇനി ചിലപ്പോൾ പിണറായി വിജയന്റെ വണ്ടി ചിലപ്പോൾ പരിശോധിക്കും. കാരണം ഇതിൽ നിന്നുള്ള അതിന്റെ രീതിയാണ്. പക്ഷെ അത് അതിന്റെ രീതിയാണ് നടക്കുന്നത്. ഇതിന്റെ ഏകപക്ഷീയത, അതിന്റെ ഇൻസൾട്ടാണ്. പരിശോധനയ്ക്ക് ഞങ്ങൾ റെഡിയാണ്. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈവരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.